ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടമുള്ള ജീവിതം ജീവിക്കുവാൻ പ്രയാസപ്പെടുന്നത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാതെ സംശയമില്ലാതെ എനിക്ക് പറയാൻ പറ്റും പുരുഷൻ തന്നെയാണ്. സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. ഭർത്താവ് മരിച്ചാലും സ്ത്രീകൾക്ക് കുറേ കാലം കുറേ വർഷങ്ങൾ ജീവിക്കുവാൻ പറ്റും. അവർക്ക് അവരുടെ ജീവിതം, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതം, അവർക്കെപ്പോഴും മക്കളുമായി ജീവിക്കണമെന്നാണ് അവർക്ക് താല്പര്യം. എന്നാൽ ഭാര്യ ജീവനോടിരിക്കുമ്പോൾ മക്കളോട് ജീവിക്കുന്നതിലും അധികം ആസ്വാദനമാകുന്നത് ഭർത്താക്കന്മാർക്ക് ഭാര്യയുമായിട്ടുള്ള ജീവിതമാണ്. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പുരുഷൻ്റെ നില വളരെ ഗുരുതരമാകുകയാണ്. അയാളൊരു ഏകാന്ത തടവുകാരനെ പോലെ മാറുകയാണ്. അയാളുടെ സ്വകാര്യ ദുഃഖത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അധികം ആരും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അയാൾക്ക് കൂട്ടുകാർ കാണുമായിരിക്കും, പക്ഷേ കൂട്ടുകാരെപ്പോഴും നമ്മുടെ ചുറ്റിൽ കാണില്ലല്ലോ. അയാളുടെ സങ്കടങ്ങൾ പറയുവാനും സന്തോഷങ്ങൾ പങ്കുവെക്കുവാനും അധികമൊന്നും ആരെയും കിട്ടാറില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ചും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മക്കളൊക്കെ വളർന്ന് വലുതായി വിവാഹമൊക്കെ കഴിച്ച് പല സ്ഥലങ്ങളിലായി അവർ പോകുമ്പോൾ എല്ലാ ദിവസവും അപ്പനെയും അമ്മയെയും വിളിക്കുവാനും അന്വേഷിക്കുവാനും സംസാരിക്കുവാനും അവരുടെ കാര്യങ്ങൾ തിരക്കുവാനുമൊക്കെ കഴിയാതെ പോകാറുണ്ട്. ഇത് സ്നേഹക്കുറവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദിസ് ഈസ് എ ലാക്ക് ഓഫ് പ്രയോറിറ്റൈസേഷൻ. നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെ നാം മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണിത്. നാം നമ്മുടെ കരിയറിൽ നമ്മുടെ ഉയർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വയസ്സ് ചെന്ന അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ കാര്യം അന്വേഷിക്കുവാൻ പലപ്പോഴും മറന്നുപോകുന്നു, വിട്ടുപോകുന്നു. അത് ഈ കാലത്തിൻ്റെ ഒരു ദൂഷ്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ചെറിയൊരു വീഡിയോ മെസ്സേജ് എന്നെ കാണുന്ന യുവാക്കൾക്കും യുവതികൾക്കുമായിട്ടാണ് ഞാൻ ഇത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൊരു സന്ദേശമുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വീട്ടിൽ പോവുകയുണ്ടായി. അവിടെ എന്നെ അവർ പ്രാർത്ഥിക്കുവാനാണ് വിളിച്ചത്. അവിടുത്തെ ഒരു മകന് ഒരു പിറന്നാളായിരുന്നു. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു ചെറിയൊരു ശുശ്രൂഷ നടത്തുവാനും വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാനതിൽ പോയപ്പോൾ അവിടുത്തെ ആ പിതാവിൻ്റെ ഒരു സങ്കടങ്ങൾ കേൾക്കുവാൻ ഇടയായി. പെൻഷൻ പറ്റി വളരെ തുച്ഛമായി ഏതാണ്ട് 3000 രൂപ അദ്ദേഹത്തിന് പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പുള്ളി പറഞ്ഞു, എനിക്ക് ആവശ്യത്തിനുള്ള മരുന്നൊക്കെ ഞാൻ ഈ പെൻഷനിൽ കൂടി നടത്തും. എന്നാലും വട്ടച്ചെലവിനൊന്നും അധികം കാശ് ബാക്കി ഉണ്ടാകാറില്ല എന്ന് എനിക്ക് തോന്നി. മകൻ്റെ ഒപ്പമാണ് പുള്ളിയും പുള്ളിയുടെ ഭാര്യയും വസിക്കുന്നത്. അപ്പോൾ ആഹാരത്തിനും താമസ സൗകര്യങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. അതൊക്കെ മുറ പോലെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാർക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നിങ്ങളുടെ അപ്പനമ്മമാർക്ക് പെൻഷൻ ഉണ്ടെങ്കിലും ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ടെങ്കിലും ഒരു ചെറിയ തുക നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തൊരു സന്തോഷമാണ് അവർക്കുണ്ടാകുന്നത്. എന്നെ കേൾക്കുന്ന അധികം പേർക്കും വലിയ അംബാനി അഡാനി സ്ഥാനത്തിലുള്ള അപ്പനോ അമ്മയോ ഒന്നും കാണുകയില്ലായിരിക്കും. വളരെ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ജനിച്ചവരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ എന്തു തന്നെ ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ടെങ്കിലും അപ്പൻ്റെ ആവശ്യത്തിന്, അമ്മയുടെ ആവശ്യത്തിനെന്ന് പറഞ്ഞ് കുറച്ച് പണം, അധികമൊന്നും വേണ്ട, കുറച്ച് പണം അവരുടെ കൈകളിലൊക്കെ വെച്ച് കൊടുക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അതവർക്കൊരു സന്തോഷമാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ട് പൊക്കോളും. അവരുടെ വേദനകൾ പലപ്പോഴും നിങ്ങളുമായി അവർ പങ്കുവെക്കാറില്ല.
അവരുടെ അവരുടെ ആകുല ചിന്തകൾ പലപ്പോഴും നിങ്ങളുമായവർ പങ്കുവെക്കാറേയില്ല. നിങ്ങൾ ജീവിതം നല്ലപോലെ ജീവിക്കട്ടെ എന്ന് കരുതി അവരുടെ സ്വകാര്യ ദുഃഖങ്ങളൊക്കെ അവർ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് പലപ്പോഴും കഴിയുന്നത്. എന്നാൽ അവരുടെ സങ്കടങ്ങൾ പറയാത്തത് കൊണ്ട് അവർക്ക് സങ്കടങ്ങളില്ല എന്ന് നാം കരുതുവാൻ പാടില്ല. അവർക്ക് പല പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുമായിരിക്കും, മാനസികമായ ബുദ്ധിമുട്ടുകൾ കാണുമായിരിക്കും. അതെന്താണെന്ന് നാം കണ്ടുപിടിക്കുവാൻ കുറച്ച് സമയം അവരുമായി ചെലവഴിക്കണം. ഫോൺ എടുക്കുക. നിങ്ങൾ ദൂരദേശത്താണെങ്കിലും അല്ലെങ്കിൽ ഒരേ പട്ടണത്തിൽ വസിക്കുന്നവരാണെങ്കിലും ഒരേ വീട്ടിൽ ഒരേ കൂരയ്ക്ക് കീഴിൽ വസിക്കുന്നവരാണെങ്കിലും കുറച്ച് സമയം അവരുമായി ചെലവഴിക്കുവാൻ നോക്കുക. ചില തമാശയൊക്കെ പറഞ്ഞിരിക്കുക. അവരുടെ കാര്യങ്ങൾ തിരക്കുക. അവർ പറയാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ നോട്ടം എത്തണം. എങ്ങനെയാണ് ഈ മനുഷ്യൻ, ഈ മനുഷ്യ കഴിയുന്നത്? എങ്ങനെയാണ് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ കഴിയുന്നത്? അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അവർ പറഞ്ഞ ആവശ്യങ്ങളെക്കാട്ടിലും പറയാത്ത ആവശ്യങ്ങൾ ഒരുപാട് കാണും. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് നേടിക്കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും ചിലതൊക്കെ അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ നമുക്ക് പറ്റുമെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഇനി വരുന്ന തലമുറക്കാർ തങ്ങളുടെ മാതാപിതാക്കളെ എങ്ങനെ കരുതും, എങ്ങനെ നോക്കും എന്നൊക്കെ ആലോചിച്ച് നാം വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നല്ല മാതൃക നാം അവർക്ക് മുൻപിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് കണ്ട് പഠിച്ചോളും. അവരുടെ കാലം വരുമ്പോൾ അവരുടെ മാതാപിതാക്കളെ അവരും കരുതിക്കോളും.